ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് എങ്ങനെ ഹമ്മൂസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഹമ്മൂസ് റെഡിയാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. 8 മണിക്കൂറോളം വെള്ളത്തിൽ നന്നായി കുതിർത്ത് കഴുകി വെച്ച് വെള്ളക്കടലയാണ്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തഹിനി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തഹിനി പേസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ കയ്യിൽ വെള്ള എള്ളുണ്ടെങ്കിൽ വെള്ള എള്ളൊന്ന് ചൂടാക്കി ഒലിവെണ്ണയും ചേർന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ തഹിനി പേസ്റ്റ് റെഡിയാവും. ഇനി വെള്ളക്കടല ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി വെള്ളക്കടല കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 3 അല്ലി എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 4-5 എടുത്തുകൊണ്ടു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളക്കടല ഒരു 8 വിസിലോളം വന്നിട്ടുണ്ട് എൻ്റെ കടല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കടല ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കടലയൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കടല വേവിച്ച വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വെള്ളം അധികമായി പോവരുത്, കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇനി തഹിനി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ തഹിനി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. തഹിനി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് അരിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഒലിവെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഹമ്മൂസ് റെഡിയായി കണ്ടോ. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് കുറച്ച് ഒലിവെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. ഒലിവെണ്ണ അത്യാവശ്യം വേണം കേട്ടോ ഹമ്മൂസിലോട്ട്, പക്ഷെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഹമ്മൂസ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.